ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? നാട്ടിൽ നിന്ന് ഞാനിങ്ങോട്ട് കയറി വരാൻ നേരത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഇവിടുത്തെ വണ്ടികളിലെ ഗിയർ സിസ്റ്റം, അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ സൈഡിലുള്ള ബട്ടണും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓടിക്കുന്ന വണ്ടിയിലുള്ള സിസ്റ്റം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനകത്ത് ഇവിടെയാണ് ചാവി ഇടുന്നത്. ചാവി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണുന്ന ഈ ബട്ടൺ നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാനുള്ള ബട്ടനാണ്. സ്റ്റാർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിങ്ങിലുള്ള കാര്യങ്ങളാണ്. ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈ ബട്ടണാണ് നമ്മുടെ മീറ്ററിലുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് മീറ്ററിൽ ഇങ്ങനെ മാറുന്നത് കാണാൻ പറ്റും കേട്ടോ. പിന്നെ റൈറ്റ് സൈഡിൽ വരുന്ന ഈ ബട്ടണൊക്കെ ക്രൂയിസ് സിസ്റ്റത്തിൻ്റെയാണ്. നമ്മളിവിടെയുള്ള വണ്ടികളെല്ലാം ക്രൂയിസ് സിസ്റ്റം ഓൺ ആക്കിയിട്ടാണ് വണ്ടി ഓടുന്നത്. ക്രൂയിസ് ഡിസ്റ്റൻസ്, അതുപോലെ സ്പീഡ് കാര്യങ്ങൾ, RPM കാര്യങ്ങളൊക്കെ ഈ ഒരു ബട്ടണിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നോർമലി സെൻറ്ററിൽ തന്നെയാണ് ഇതിൻ്റെ ഹോൺ വരുന്നത്. അതിൻ്റെ നമ്മൾ സെൻറ്ററിൽ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വണ്ടികളിലൊക്കെ പോലെ തന്നെ ഹോണ് കാര്യങ്ങളൊക്കെ. പിന്നെ ഈ കാണുന്ന ലിവറിലെ ഇതാണ് ഗിയർ ലിവർ വരുന്നത്. ഗിയറിനകത്ത് നമുക്ക് നോർമലി ഈ വണ്ടി ഓട്ടോമാറ്റിക്കാണ്. ഡ്രൈവ്, അതുപോലെ തന്നെ ന്യൂട്രൽ, റിവേഴ്സ്, ഇത്രയാണുള്ളത്. പിന്നെ അടുത്തൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലിവറിൽ തന്നെയാണ് ഇതിൻ്റെ എൻജിൻ ബ്രേക്കും കാര്യങ്ങളും വരുന്നത്. ഇപ്പോൾ ഇതേപോലെ താഴേക്ക് 1, 2, അതുപോലെ തന്നെ 3 പവറിലാണ് നമുക്ക് എൻജിൻ ബ്രേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ഓട്ടോമാറ്റിക്കലും മാനുവലും ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. അത് നമുക്ക് ഈ ബട്ടൺ ഉള്ളിലേക്ക് ഞെക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കിൽ നിന്ന് മാനുവലിലേക്ക് പോകും. മാനുവലിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ മേലേക്ക് തട്ടിക്കഴിഞ്ഞാൽ ഗിയർ അപ്പ് ചെയ്യും, അതുപോലെ തന്നെ താഴേക്ക് തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിയർ ഡൗൺ ചെയ്യാനും പറ്റും. ഇതിനകത്ത് 12 സ്പീഡ് ഗിയറാണ് വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ലിവറിനകത്താണ് ലൈറ്റ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ, പിന്നെ വൈപ്പർ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ലിവറിനകത്തുള്ള ബട്ടണുകൾ ഉപയോഗിച്ചിട്ടാണ്. ലൈറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മീറ്ററിൻ്റെ സൈഡിലായിട്ട് ആ സ്വിച്ചും ഉണ്ട്. പിന്നെ ഈ കാണുന്ന സ്വിച്ചൊക്കെ നമ്മൾ വരുന്നത് ഒന്ന് എന്താ പറയുക, റിവേഴ്സ് വരാതിരിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ സ്ലിപ്പ് ആവാതിരിക്കാൻ, പിന്നെ നമ്മൾ ട്രാക്ക് വിട്ടു പോകുമ്പോൾ അലറാം അടിക്കുന്നത്, അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള വണ്ടിയായിട്ടുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ വണ്ടിയുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ 4 ഇൻഡിക്കേറ്റർ, ഇത്രയും ബട്ടണുകളാണ് വരുന്നത്. പിന്നെ ഇതാണ് വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് ലിവർ. പുതിയ വണ്ടിയിലൊക്കെ സ്വിച്ചാണ് വരുന്നത്. ഇതിനകത്ത് നോർമലി ഇതേപോലത്തെ ഒരു ഹാൻഡ് ലിവറാണ് വരുന്നത് കേട്ടോ. പിന്നെ ഡ്രൈവിംഗ് സൈഡിലുള്ള ഡോർ പാഡിലുള്ളതാണ് ഗ്ലാസ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ലോക്കും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഈ കാണുന്ന ബട്ടൺ ചവിട്ടിയിട്ടാണ് നമ്മുടെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എയിമിന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ബട്ടൺ ചവിട്ടിയിട്ട്. പിന്നെ നോർമലി ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്ന പോലെ തന്നെ ആക്സിലേറ്ററും ബ്രേക്കും മാത്രമേ ഉള്ളൂ. അത്രയൊക്കെ തന്നെയാണ് ഈ വണ്ടിക്കകത്തുള്ളത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും എന്നത്തെയും പോലെ ഇന്നത്തെ ഒരു ദിവസവും അടിപൊളിയായിരിക്കട്ടെ.